ജനറേറ്റീവ് AI ടൂളുകളെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോംപ്റ്റ് എന്താണെന്നും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്നും അറിയണം. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറേറ്റീവ് AI ടൂളിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് നമ്മൾ കണ്ടു. ഈ ഇൻപുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കും ഈ ജനറേറ്റീവ് AI ടൂൾ നമ്മൾക്ക് വേണ്ട ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു നല്ല പ്രോംപ്റ്റ് കൊടുക്കാം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നല്ല ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാമെന്നും അതുവഴി എങ്ങനെ ഡിസൈർഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാമെന്നുമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഉള്ളത്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ ഓൾറെഡി പറയുക തന്നെ ചെയ്തു, എങ്ങനെ ഒരു നല്ല പ്രോംപ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഒരു നല്ല പ്രോംപ്റ്റിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ബേസിക് പ്രോംപ്റ്റ് തന്നെ ഒരു നല്ല പ്രോംപ്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് ചില ടെക്നിക്കുകളുണ്ട്. ഇനി ചില അഡ്വാൻസ്ഡ് മെത്തഡോളജീസും ഉണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ ഭാഗം നമ്മളുടെ ഔട്ട്പുട്ടിനെ വീണ്ടും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു നല്ല പ്രോംപ്റ്റ് കൊടുത്തു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഏകദേശമൊക്കെ ഒരു പക്ഷെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും നമ്മളുടെ പ്രോംപ്റ്റിൽ മാറ്റം വരുത്താനും ഫോളോ പ്രോംപ്റ്റുകൾ കൊടുക്കാനും ഒക്കെ സാധിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഐട്രേറ്റീവ് റിഫൈൻമെന്റ് ആണ്. വീണ്ടും 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 ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമ്മൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ഒരു മെത്തഡോളജിയാണ്. അപ്പോൾ ഒരു നല്ല പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ആദ്യപടിയെങ്കിൽ അതിനുശേഷം നമുക്കതിന് മുകളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പോയിന്റ് നമ്പർ 2 and 3 നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടൂളുകൾക്കൊക്കെ അതിൻ്റെതായ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നല്ല പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പൊ ഈ ടൂളിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കണം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഈ ടൂളുകളുടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ സമയവും എഫേർട്ടും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടൂളുകൾ നമ്മൾ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ മെച്ചപ്പെടുത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു ബേസിക് പ്രോംപ്റ്റ് നമ്മളൊരു സെർച്ച് എഞ്ചിനിലൊക്കെ കൊടുക്കുന്ന പോലെയുള്ള ഒരു സിമ്പിൾ റിക്വസ്റ്റ് കൊടുത്താൽ പോലും ജനറേറ്റീവ് AI ടൂളുകൾ നമുക്കൊരു ഔട്ട്പുട്ട് തരും. പക്ഷെ അതൊരു ജനറൽ ഔട്ട്പുട്ട് ആയിരിക്കും. നമുക്കതിനെ ഒരു 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 മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊരു പെർഫെക്റ്റ് പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ റിക്വയർമെന്റിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്ന കുറെ അധികം സ്കില്ലുകളുണ്ട്. നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നമ്മൾ ഒരുപാട് ചിന്തിക്കും, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. സോ ദീസ് ആർ all of these things says that prompt engineering is very important and it is the need of the hour. എല്ലാവരും ChatGPT-യും മറ്റ് ജനറേറ്റീവ് AI ടൂളുകളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. നമ്മൾക്ക് ഇനി ഇതിനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കാം. അങ്ങനെയെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റില് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് എന്താണോ വേണ്ടത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ പ്രോംപ്റ്റിലൂടെ നമ്മൾ ഏത് ജനറേറ്റീവ് AI ടൂളിനാണോ ചാറ്റ് ബോട്ടിനാണോ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അവിടെ അതിന് അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റണം. അതിന് പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാറ്റ്ഫോമും ഒരേ പ്രോംപ്റ്റിന് തന്നെ പല പ്ലാറ്റ്ഫോമുകൾ മറുപടി തരുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. നമ്മളത് മുൻപോട്ട് നോക്കാം. 2, സ്പെസിഫിസിറ്റി. വളരെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കാം. വളരെ ബ്രോഡ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവും അതുപോലെ തന്നെ ഒരു ജനറൽ ഉത്തരവായിരിക്കും. നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. മൂന്നാമത്തേത് ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ എലമെന്റ് ആണ്. നമ്മൾ വളരെ കണിശം പിടിക്കാൻ അതാണ് ആക്ച്വലി ആദ്യത്തെ 2 കാര്യങ്ങളിലൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും ഈ ടൂളുകൾക്കൊക്കെ നമ്മളെക്കാൾ വളരെ പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പുതിയ പേഴ്സ്പെക്റ്റീവുകൾ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ജനറേറ്റീവ് AI ടൂളുകളുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ
എന്താ പറയുക, ഒരു സ്പേസ് കൊടുക്കുക, ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യുക ദാറ്റ് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ തന്നെ മേ ബി നമ്മൾ വൈകി ഒരു പ്രോംപ്റ്റിലൊക്കെ ഒരു എക്സ്ട്രാ ഇൻപുട്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അതിനെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. യൂഷ്വലി നമ്മളൊരു സജഷൻ കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് ചോദിച്ചാൽ തന്നെ മിക്കവാറും ടൂളുകളൊക്കെ തന്നെ എക്സ്ട്രാ കുറച്ച് സജഷൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് തരാറുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ഫീച്ചർ ആൻഡ് ദീസ് ആർ ദ ത്രീ കീ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായ ധാരണ ഉണ്ടാവണം. അത് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടതെന്ന് ധാരണ ഉണ്ടാവണം. അതിനനുസരിച്ച് വേണം നമ്മൾ ടൂളുകൾ സെലക്ട് ചെയ്യാൻ, അതിനനുസരിച്ച് വേണം നമ്മളുടെ പ്രോംപ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ. രണ്ടാമത്തേത് പ്രിസിഷൻ ആണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന കീവേഡ്സ് ഉപയോഗിക്കുക, ആംബിഗ്വസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, മാക്സിമം ഡീറ്റെയിൽസ്, ആവശ്യമുള്ള മാക്സിമം ഡീറ്റെയിൽസ് കൊടുക്കുക, സോ ദാറ്റ് ഈ ടൂളുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ സാധിക്കും. മൂന്നാമത്തേത്, നമ്മളുടെ ഈ ഒരു പ്രോംപ്റ്റിന് ഒരു ഫിക്സ്ഡ് സ്ട്രക്ചർ ഒന്നും ഇല്ല. ഈവൻ നമ്മൾ പോലും ഒരു പ്രോംപ്റ്റിൽ ഇന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നല്ലതെന്ന് പറയുമ്പോഴും അത് ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളതിന് നിർബന്ധങ്ങളൊന്നുമില്ല. സോ യു ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ദ സ്ട്രക്ചർ, എസ്പെഷ്യലി നമ്മളൊരു പ്രത്യേക റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോംപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് 2-3 ഡിഫറെന്റ് ഫോർമാറ്റുകളിലൊക്കെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ബിക്കോസ് ഏതിലാണ് ഏറ്റവും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. നാലാമത്തേത്, അഗെയിൻ ഇതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആണ്. കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ആൻഡ് റിഫൈൻ യുവർ പ്രോംപ്റ്റ്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് റെലവൻസ് ഓഫ് യുവർ AI's ഔട്ട്പുട്ട്സ്. ഇതിന് പല റീസൺസ് ഉണ്ട്. ബിക്കോസ് ഒരു കാര്യം സക്സസ്ഫുൾ ആയെങ്കിൽ അത് വീണ്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പ്രോസസ് ഇവിടെ ആലോചിക്കേണ്ട കാര്യം. ആ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എക്സാക്ട്ലി ആ പ്രോംപ്റ്റ് ഈവൻ ഏത് ടൂളിലും നമ്മൾ 2 തവണ ഒരേ പ്രോംപ്റ്റ് കൊടുത്താലും കിട്ടുന്ന ഉത്തരം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ പിന്നെ 2 ഡിഫറെന്റ് ടൂളുകളിൽ ഒരേ ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കരുതല്ലോ. മെയിൻ പോയിന്റ്സ്, ആർഗ്യുമെന്റ്സ് ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും അതിലുള്ള അഡീഷണൽ ഫീച്ചേഴ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇത് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണക്കാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം when you start creating prompts. അങ്ങനെയെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് പ്രോംപ്റ്റിംഗ്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ടെക്നിക്കുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എങ്ങനെ ഒരു മികച്ച പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടൂളും, ഈവൻ ഒരേ ടൂൾ തന്നെ ഒരേ പ്രോംപ്റ്റ് പലതവണ കൊടുക്കുമ്പോൾ പല ഔട്ട്പുട്ട്സ്, യുണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ, നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലായാൽ, it will be a very easy and effective process. So let's start prompting.